നമസ്കാരം. ഞാനുള്ളത് പെരിയാർ ടൈഗർ റിസർവിലാണ്. ഇവിടെ എത്തിയത് ശരിക്കും കർഷകരോട് ആശയവിനിമയം നടത്താനും അവര് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും പ്രത്യേകിച്ച് വന്യജീവി സംഘർഷവും ഒക്കെ അറിയാനും വേണ്ടിയിട്ടൊക്കെ കൂടിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ജീവിതോപാധിക്ക് ഉതകുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനും ഒക്കെ കൂടിയിട്ടാണ് എത്തിച്ചേർന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാട് എൻ്റെ ഒരു വലിയ വഴികാട്ടിയാണ്. പ്രകൃതി കൃഷിയിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. കാട്ടിലെ സഹവർത്തിത്വവും അതോടൊപ്പം തന്നെ കാട്ടിലെ ഒരു ദ്രവ്യ കാർബൺ ചംക്രമണവും കാർബൺ സീക്വസ്ട്രേഷനും ഒക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ കൃഷിയിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത് കാടാണ്. എങ്ങനെ കൃഷി ചെയ്യണമെന്നും പഠിപ്പിച്ചത് കാടാണ്. കാട്ടിലെ പാരസ്പര്യവും കരുതലും അതുപോലെ തന്നെ വിഭവങ്ങളുടെ നീതിപൂർവവും ബുദ്ധിപൂർവവും ആയിട്ടുള്ള ആ വിനിയോഗവും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ പലപ്പോഴും അന്യം നിന്നുകൊണ്ട് പോവുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരു സന്തുലനവും ഇല്ലാതെ പല വിഭവങ്ങളും കൂട്ടിവെക്കുന്നതും പല വിഭവങ്ങളെ ശോഷണത്തിന് ഇരയാക്കുന്നതും ഒക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ചില വിഭവങ്ങൾ കിട്ടാനില്ല. പ്രത്യേകിച്ച് മനുഷ്യന് ആത്യന്തികമായിട്ട് അത്യാവശ്യമുള്ള, മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമുള്ള അവരുടെ ആവാസ വ്യവസ്ഥയാണ് പലപ്പോഴും നമ്മൾ താറുമാറാക്കുന്നത്. അപ്പോൾ അതിനെ പരമാവധി അതിനുള്ള മുറിവുകളെ പരമാവധി കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. നമ്മൾ ഏകവിലയിലേക്ക് പോകുന്നത് പലപ്പോഴും വന്യജീവി സംഘർഷത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു പ്രശ്നപരിഹാരം എന്ന നിലയിലാണ്. പക്ഷേ ഏകവിലയിലേക്ക് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അവ്യവസ്ഥ, എൻട്രോപ്പി അത് വല്ലാതെ കൂടുകയും പിന്നെ നമ്മൾ രാസകൃഷിയിലേക്കും അതികഠിനമായിട്ടുള്ള കീടനാശിനി ഉപയോഗിക്കേണ്ട അവസ്ഥയായിരുന്നു. ഏലകൃഷിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബഹുവിളയിലേക്ക് പോകാം, എങ്ങനെ ഹ്രസ്വകാല രീതിയിലുള്ള പ്രശ്നപരിഹാരങ്ങൾ കണ്ടുകൊണ്ട് ദീർഘകാല രീതിയിൽ നമുക്ക് നല്ല ദർശനമുള്ള സ്വപ്നങ്ങൾ കാണാം. നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും വന്യജീവികൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ വിശപ്പിനെ അവർക്ക് താങ്ങി നിൽക്കാൻ പറ്റാത്ത അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ആ ഒരു വിഷയത്തെയും കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കർഷകർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ ദീർഘകാല അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ അതൊക്കെ ചെയ്ത് തുടങ്ങിയാൽ നമ്മൾക്ക് നാളേക്ക് വേണ്ടിയിട്ട്, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും നിലനിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആവാസ വ്യവസ്ഥയും നിലനിന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു ആത്യന്തികമായിട്ടുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ കർഷക സമൂഹത്തിനും കൂടി ഉണ്ടാവേണ്ട ഒരു ബോധ്യം. അപ്പോൾ അതിലേക്ക് ഉള്ള പല ഘട്ടങ്ങളിലാണ് ശരിക്കും വനം വകുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ എങ്ങനെ കാർഷികോൽപ്പന്നങ്ങൾ, ഏറ്റവും നല്ല കാർഷികോൽപ്പന്നങ്ങൾ, സാമൂഹിക സാമ്പത്തിക നൈതികതയുള്ള പാരിസ്ഥിതിക നൈതികതയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് വിനോദസഞ്ചാര മേഖലയിലേക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുന്നോട്ടുള്ള എല്ലാ സ്വപ്നങ്ങൾക്കും ഒപ്പം ഉണ്ടാവും, പെരിയാർ ടൈഗർ റിസർവിനോടൊപ്പം ഒപ്പം ഉണ്ടാവും എന്ന എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് സ്നേഹം, സന്തോഷം, നന്മ.